ഒന്നും സർജറി ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. രക്ഷപ്പെടുമോ എന്താവും എന്നുള്ളത് അവർക്ക് തന്നെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വെറും 4 മാസം മാത്രമേ ജീവിച്ചിരിക്കുള്ളൂ എന്ന് പറയുമ്പം അത് കേൾക്കുന്ന ഒരു അമ്മയ്ക്ക് ഉണ്ടാകുന്ന മാനസികാവസ്ഥ എനിക്ക് ഇപ്പോഴും അത് പറയുമ്പം എന്താ പറയുക, ഭയങ്കര വിഷമത്തിലാണ്. വെറും 4 മാസം മാത്രം തൻ്റെ ആയുസുള്ളൂ എന്ന് ഡോക്ടർമാരെല്ലാം വിധി എഴുതി. എന്നാൽ സ്വന്തം മനക്കരുത്ത് കൊണ്ടും ധൈര്യം കൊണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന കൊടിയത്തൂർ സ്വദേശിനിയായ ഒരു യുവ ഡോക്ടറുടെ കഥയാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ക്യാൻസർ എന്ന മഹാരോഗത്തിൽ നിന്നും റിക്കവറായ കൊടിയത്തൂർ സ്വദേശിനിയും യുവ ഡോക്ടറുമായ നീന മുനീറിന്റെ കഥയാണിത്. ഇനി ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്ന് പോലും അറിയാതെ തന്റെ മരണക്കിടക്കയിൽ നിന്നും താൻ കുറിച്ചു വെച്ച കുറിപ്പുകൾ ഒരു പുസ്തകമാക്കാൻ ഒരുങ്ങുകയാണ് ഈ യുവ ഡോക്ടർ. മരണക്കിടക്കയിൽ നിന്നും ഡോക്ടർ നീന എഴുതിയ തന്റെ അനുഭവക്കുറിപ്പ് ഒരു പുസ്തകമാകുമ്പോൾ അതിൽ എന്തൊക്കെയായിരിക്കുമെന്ന് അറിയാൻ നമുക്കും ആകാംക്ഷയുണ്ടാകും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഭാഗം കേട്ടിട്ട് നമുക്ക് വരാം. പുറപ്പെട്ടു പോക്ക്. കീമോതെറാപ്പി പകുതിയായ സന്തോഷം. പെട്ടെന്ന് തീർത്ത് നോർമൽ ലൈഫിലേക്ക് തിരികെ എത്താം എന്ന ധൈര്യത്തോടെ അന്നും എല്ലായ്പ്പോഴുമുള്ള പോലെ ബ്ലഡ് ടെസ്റ്റ് പൂർത്തിയാക്കി ടോക്കൺ എടുത്ത് വെയിറ്റിംഗ് റൂമിൽ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ഈ സമയം വെയിറ്റിംഗ് റൂമിൽ വന്നു പോകുന്ന അറേബ്യൻ നാടുകളിലെ ആളുകളെ കണ്ടു. അവരെ നോക്കിയിരിക്കുമ്പോഴാണ് പെട്ടെന്ന് എൻ്റെ മനസ്സ് അസ്വസ്ഥമാകാൻ തുടങ്ങിയത്. വെയിറ്റിംഗ് റൂം പെട്ടെന്ന് ചെറുതായതുപോലെ, വല്ലാത്ത ശബ്ദവും നിറയെ വെളിച്ചവും, ചുറ്റുമുള്ള ചുവരുകൾ എൻ്റെ അടുത്തേക്ക് വരുന്നത് പോലെ. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. നെഞ്ചിൽ വല്ലാത്ത ഭാരം. ചുറ്റുമുള്ളവരുടെ ശബ്ദം എന്നെ പേടിപ്പെടുത്തി തുടങ്ങി. എൻ്റെ ഞരമ്പുകൾ ഭയം കാരണം വേദനിക്കുന്നത് പോലെ. എന്നെ രക്ഷപ്പെടുത്താൻ ആരുമൊട്ടും വരുന്നുമില്ല. പക്ഷേ ഞാൻ ദീർഘശ്വാസമെടുത്ത് എന്നെ ശാന്തയാക്കാൻ ശ്രമിച്ചു. പക്ഷേ ദീർഘശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. ആരോ എൻ്റെ നെഞ്ച് കെട്ടിവെച്ചിരിക്കുന്നത് പോലെ. എനിക്ക് ഭയം കൂടി വന്നു. ഈ ട്രീറ്റ്മെൻറ്റ് അവസാനിക്കില്ലേ? ഞാൻ രക്ഷപ്പെടില്ലേ? കീമോതെറാപ്പി കാരണം ഞാൻ മരണപ്പെടുമോ? പേടി പല ഭാവങ്ങളായി മനസ്സിൽ ഉരുണ്ടുകൂടി. എൻ്റെ ബോധമനസ്സിനറിയാം ഞാൻ ഹോസ്പിറ്റലിലാണെന്നും ചുറ്റും ട്രെയിൻഡായ ഡോക്ടർമാർ എന്നെ സഹായിക്കാനുണ്ടെന്നും. പക്ഷേ ആ ഒരു നിമിഷം എനിക്കൊന്നും സുരക്ഷിതമായി തോന്നിയില്ല. ഭയം മനസ്സിനെ കീഴ്പ്പെടുത്തി. ഒന്നും ആലോചിച്ചില്ല. ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെടാൻ തീരുമാനിച്ചു. കൂടെയുള്ളവരുടെ കണ്ണുവെട്ടിച്ച് ഞാൻ ആശുപത്രി വിട്ടിറങ്ങി. എങ്ങോട്ട് പോകണമെന്നോ എവിടെ പോകണമെന്നോ ധാരണയൊന്നുമില്ല. ആദ്യം ആലോചിച്ചത് കൊൽക്കത്തയിലുള്ള സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോകാനാണ്. ആദ്യം ഒന്ന് ബസ് കയറി. ബസ്സിലിരിക്കെ ഫോൺ ബെല്ലടിച്ചു. അപ്പോഴാണ് എൻ്റെ മേലെനിക്ക് കൺട്രോൾ വരുന്നത്, ബോധം നേരെ വീഴുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പാനിക് അറ്റാക്ക് ഉണ്ടാകുന്നത്. ഫോണിൽ വിളിച്ചത് കൂടെ വന്ന എൻ്റെ ചങ്ങാതിയായിരുന്നു. മനസ്സിൽ പെട്ടെന്ന് പുള്ളിയുടെ മുഖം തെളിഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് തോന്നലാവാം. ഞാനന്ന് ശാന്തയായി. സുഹൃത്തിനെ ബുദ്ധിമുട്ടിക്കാൻ മനസ്സനുവദിച്ചില്ല. ഫോണിലേക്ക് തുരുതുരാ കോൾ വരുന്നുണ്ട്. ഞാൻ ഫോണെടുത്തു. എല്ലാവരും ആകെ വെപ്രാളത്തിലാണ്. നീ എവിടെ ചിക്കു എന്ന ചോദ്യത്തിലുണ്ടായിരുന്നു എല്ലാവരുടെയും നിസ്സഹായാവസ്ഥ. ഫോണെടുത്ത് ഞാൻ പറഞ്ഞു, എനിക്കിനി ട്രീറ്റ്മെൻറ്റ് വേണ്ട. ഇനി കീമോതെറാപ്പിക്ക് നിർബന്ധിച്ചാൽ നിങ്ങളാരും എന്നെ കാണില്ല. എല്ലാവരും എന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ട്രീറ്റ്മെൻറ്റ് ചെയ്യില്ല, തിരിച്ചു വരാൻ പറഞ്ഞു. എവിടെയാണുള്ളതെന്ന് പറഞ്ഞാൽ കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ആദ്യം സമ്മതിച്ചില്ലെങ്കിലും മറ്റുള്ളവരുടെ അവസ്ഥ ആലോചിച്ച് ഞാൻ സമ്മതിച്ചു. CCTVയിൽ നോക്കിയാണ് ഞാൻ ഹോസ്പിറ്റലിന് പുറത്താണെന്ന് അവർ മനസ്സിലാക്കിയത്. അവിടെ വർക്ക് ചെയ്യുന്ന എൻ്റെ സുഹൃത്തായ ഫാത്തിമ കാര്യങ്ങൾ ഗംഗാധരൻ ഡോക്ടറെ അറിയിച്ചു. അദ്ദേഹം എന്നെ വിളിപ്പിച്ചു. അങ്ങോട്ട് പോകാൻ ഞാൻ കൂട്ടാക്കിയതേയില്ല. അപ്പോഴാണ് ബാബുജിയുടെ സഹോദരനും സഹോദരിയുമെല്ലാം വന്നത്. അവരുടെ മുന്നിൽ ഒരു പ്രശ്നം വേണ്ടെന്ന് കരുതി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കരഞ്ഞുകൊണ്ട് ഞാൻ ഗംഗാധരൻ സാറിനെ കാണാൻ സമ്മതിച്ചു. നല്ല വഴക്ക് കേൾക്കുമെന്ന് കരുതി ചെന്ന എന്നെ അദ്ദേഹം ഒരു അച്ഛൻ്റെ ലാളനയോടെ ഒരു ഡോക്ടറുടെ സാമർത്ഥ്യത്തോടെ നേരിട്ടു. ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചതും അദ്ദേഹം പറഞ്ഞു, നീനെ ഇവിടെ ഇനി ആരും നിർബന്ധിക്കില്ല. ഇന്നത്തെ കീമോ നമുക്ക് മാറ്റിവെക്കാം. ഒരാഴ്ച കഴിഞ്ഞ് ഇനി എനിക്ക് കീമോ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ആരെങ്കിലും നിർബന്ധിച്ചാൽ
എന്നോട് പറഞ്ഞാൽ മതി, മാത്രമല്ല ഡോസ് കുറയ്ക്കാം. അത് കേട്ടപ്പോൾ കിട്ടിയ അത്ര സന്തോഷം എനിക്ക് ഈ അടുത്തെങ്ങും കിട്ടിയിട്ടില്ല. സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ഞാനന്ന് വീട്ടിൽ പോയി. എന്നെ കാണാതായ കാര്യം ഒരു തമാശ കഥയായി. എല്ലാവരും എന്നെ കളിയാക്കി. ഞാൻ കുറേ ചിരിച്ചു. കണ്ടില്ലേ, ഇതുപോലുള്ള അനുഭവക്കുറിപ്പുകളാണ് ഈ പുസ്തകത്തിൽ അടങ്ങിയിട്ടുള്ളത്. ഇനി ഈ പുസ്തകത്തെക്കുറിച്ചും തൻ്റെ ജീവിതത്തെക്കുറിച്ചും കൂടുതലായിട്ട് ഡോക്ടർ നീന പറയും. ഞാനങ്ങനെ മുന്നേ എഴുതിയ ഒരാളോ എഴുതണം എന്ന് വിചാരിച്ച ഒരാളോ അല്ല. ഈ ഒരു അസുഖം എനിക്ക് 2023 ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പം ആ സമയം വരെ എഴുത്തിൻ്റെ ഒരു മേഖലയിലും ഞാൻ ഉണ്ടായിരുന്നില്ല. മറ്റെല്ലാവരെയും പോലെ തന്നെ ജോലി തിരക്ക്, സെൽഫി, റീല്, സോഷ്യൽ മീഡിയ, ഇതൊക്കെ തന്നെയായിരുന്നു ലോകം. പിന്നെ അസുഖത്തിന് ശേഷം ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഈ വേൾഡിൽ നിന്ന് നമ്മൾ മാറുമ്പോൾ വല്ലാത്തൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാൻ തുടങ്ങി. അതായത് അതുവരെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സോ അതുവരെ ഉണ്ടായിരുന്ന ആളുകളടുത്തൊക്കെ എനിക്ക് അങ്ങ് സംസാരിച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം എൻ്റെ വേൾഡ് വേറെ, അവരുടെ വേൾഡ് വേറെ ആയല്ലോ. അപ്പോൾ അവരൊക്കെ നല്ലവണ്ണം ശ്രമിച്ചിട്ടുണ്ട്, നല്ലവണ്ണം എന്നും ആ സുഹൃത്ത് ബന്ധങ്ങളും ഒക്കെ കൂടെ ഉണ്ട്. പക്ഷെ ഞാൻ കുറച്ച് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങോട്ടേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ചുകൂടിയും എളുപ്പം തോന്നിയത് ഈ എഴുത്താണ്. എൻ്റെ ഡയറികളായിട്ട് ഞാൻ പതുക്കെ ഓരോന്ന് എഴുതി വെക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ഫീൽ ചെയ്യുമായിരുന്നു. ഒരു കൂട്ടുള്ള പോലൊരു ഫീല് വരുമായിരുന്നു. അപ്പം അങ്ങനെയാണ് എഴുതി തുടങ്ങുന്നതും പുസ്തകങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടാനൊക്കെ തുടങ്ങുന്നത്. അത് ഇപ്പോഴാണ് അസുഖമൊക്കെ മാറി, ഇപ്പം 2 വർഷത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റിൽ നിന്നൊക്കെ ഫ്രീ ആയതിന് ശേഷമാണ് എനിക്ക് മനസ്സിലാവുന്നത് ആ ഒരു എഴുത്താണ് എന്നെ ഇവിടെ വരെ എത്തിക്കാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഞാൻ എപ്പോഴും വിചാരിക്കും, എൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്ന സമയത്ത് പാലിയേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്നും സർജറി ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല, രക്ഷപ്പെടുമോ എന്താവും എന്നുള്ളത് അവർക്ക് തന്നെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജാണ്. അപ്പോൾ എനിക്കും വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ 3-4 months എനിക്കാണെങ്കിൽ ഭയങ്കര അങ്ങനെ ഒരു തോന്നിയില്ല. ഓക്കെ മരിച്ചു പോകുക, അതിൻ്റെ ഒരു പേടിയൊന്നും വന്നില്ല. കാരണം ഓക്കെ ലൈഫ് എത്ര ആവശ്യം ജീവിച്ചു, എന്നാണെങ്കിലും ഒരാൾക്ക് മരണമുണ്ട്, അതിലോട്ട് പോകണം. പക്ഷെ എൻ്റെ അമ്മ ആൾക്ക് എന്നെ എങ്ങനെയെങ്കിലും തിരിച്ചു വേണമായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിയുടെ ഒരു പോസിറ്റിവിറ്റി, ആ ഒരു പിന്നെന്താ പറയുക, ആ പുഷ് എന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ച് ജീവനിലേക്ക് വലിച്ചെടുക്കാനുള്ള ആ പുഷ് തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് പലരിലും പല സിറ്റുവേഷനിൽ ഞാനിങ്ങനെ വിചാരിക്കും, എന്തിനാ ഇപ്പം ഇത് ചെയ്യുന്നത്, ഈ കീമോതെറാപ്പിയൊക്കെ എന്തിനാ ബുദ്ധിമുട്ടുന്നത് എന്നൊക്കെ വിചാരിക്കുമ്പോഴും അവരുടെ മുഖം കാണുമ്പം ചെയ്യണം, ഇവർക്ക് വേണ്ടി ജീവിക്കണം എന്ന് തോന്നും. ക്യാൻസർ എന്ന രോഗത്തിൽ നിന്നും തിരിച്ചു വന്ന നീന ഡോക്ടറുടെ കഥ പറയുമ്പോൾ അതിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വ്യക്തിയാണ് ഡോക്ടറുടെ ഉമ്മ സോഫിയ ടീച്ചർ. അന്നത്തെ ഒരു അനുഭവം നമ്മോട് പങ്കുവെക്കുകയാണ് സോഫിയ ടീച്ചർ. അപ്പോൾ ആ ഒരു സമയത്ത് ഡോക്ടർ പറഞ്ഞ എന്താന്ന് വെച്ചാൽ വെറും 4 മാസം മാത്രമേ ജീവിച്ചിരിക്കുള്ളൂ, ഇനിയിപ്പോൾ പാലിയേറ്റീവ് ട്രീറ്റ്മെൻറ്റ് മാത്രമേ ഇതിൽ ബാക്കിയുള്ളൂ എന്ന് പറയുമ്പം അത് കേൾക്കുന്ന ഒരു അമ്മയ്ക്ക് ഉണ്ടാകുന്ന മാനസികാവസ്ഥ എനിക്കിപ്പോഴും അത് പറയുമ്പം എന്താ പറയുക, ഭയങ്കര വിഷമത്തിലാണ്. അങ്ങനെ അവൾ തന്നെ നല്ല മനോധൈര്യമുള്ള കുട്ടിയാണ്. പിന്നെ നമ്മൾ വീട്ടുകാരും നമ്മളും എല്ലാവരും കൂടിയിട്ടാണ് അവൾ ആ ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മാത്രമല്ല മാനസികമായിട്ടുള്ള ഒരുപാട് സപ്പോർട്ട് അവൾക്ക് ആ ഒരു സമയത്ത് കിട്ടിയിട്ടുണ്ട് എല്ലാവരുടെ അടുത്തുനിന്നും. ആ സമയത്ത് നമ്മളൊരു പ്രീ പ്ലാൻഡ് ആയിട്ട് ഞാൻ മുടി വടിക്കുക അങ്ങനത്തെ ഒരു ഇതൊന്നും അല്ല കേട്ടോ. പ്രീ പ്ലാൻഡ് ആയിട്ട് അടുത്തേക്ക് അവളുടെ മുടി പോകാണ്ടേ വന്നു കഴിഞ്ഞാൽ ഞാൻ ഷേവ് ചെയ്യും, അതൊന്നും അല്ല. ഈ ഒരു വികാരം ഉണ്ടല്ലോ, അവളുടെ ആ ഒരു പൊട്ടിക്കരച്ചിലും ഇനി ഞാൻ എന്ത് ചെയ്യും, അവിടെ അങ്ങനെ തറച്ച് നിൽക്കുകയാണ് അവൾ. ഇനി മുന്നോട്ടേക്കൊരു യാത്രയല്ല, ആ ഒരു രീതിയിലേക്ക് ഇനി അവൾ കീമോക്ക് പോവില്ല. അപ്പോൾ ഞങ്ങൾ ബ്യൂട്ടി പാർലറിലേക്ക് പോയി. ഞാൻ പറഞ്ഞു എന്തായാലും നമ്മൾ പോയി നോക്കുക, അവിടെയും ഇവിടെയും ചെറുതാക്കി ഷോർട്ടാക്കി കട്ട് ചെയ്യാന്ന് പറഞ്ഞു. രണ്ടാളും കൂടി പാർലറിൽ പോയ സമയത്ത് ഞാൻ ആദ്യം അങ്ങ് ഇരുന്നു കൊടുത്തു കസേരയിൽ. എനിക്ക് അപ്പോൾ അങ്ങനെ തോന്നിയത്, അവർ പെട്ടെന്നുണ്ടായ ഒരു ഇതിൽ അവളുടെ ആ ഒരു സങ്കടം കണ്ടപ്പോൾ എനിക്ക് എന്താ ചെയ്യാൻ പറ്റും, എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏക സപ്പോർട്ട് അത് മാത്രമാണ് എൻ്റെ മനസ്സെന്നോട് പറഞ്ഞുകൊണ്ടാണ്. അതൊന്നും ഒരു പ്രീ പ്ലാൻഡ് ആയിട്ട് നമ്മൾ ആലോചിച്ച് വെച്ച് ചെയ്തതേ അല്ല. അപ്പോൾ ആ സമയത്ത് എൻ്റെ മുടി അങ്ങ് എടുത്തു ആദ്യം തന്നെ. അവൾ അന്തം വിട്ടുപോയി. അപ്പം തന്നെ കണ്ടപ്പോൾ തന്നെ എൻ്റെ തല വേറൊരു ഷേപ്പാണ്, തെന്നാലിരാമൻ മോഡലുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾ ഭയങ്കര ചിരിയിരിച്ചു. പിന്നെ അവളും വളരെ കൂളായിട്ട് വെച്ചു കൊടുത്തു. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ അവൾക്ക് സൊസൈറ്റിയിലേക്ക് ഇറങ്ങി മൊട്ടയായിട്ട് നടക്കാൻ ഭയങ്കര മടിയുണ്ടായിരുന്നു. അപ്പോൾ ഒരാളുകൂടി കമ്പനിയല്ലോ, അതിൻ്റെ ഒരു സന്തോഷം, ആ ഒരു സപ്പോർട്ട് എനിക്ക് കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ്.
ക്യാൻസർ കിടക്കയിൽ നിന്നുള്ള കുറിപ്പുകൾ എന്നാണ് ഡോക്ടർ നീനയുടെ ഈ പുസ്തകത്തിൻ്റെ പേര്. ഒക്ടോബർ അവസാന വാരത്തിലാണ് ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നടക്കുക. ഈ ഒരു പുസ്തകം വലിയൊരു വിജയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇറ്റ്സ് മീ റിഫാന റഫീഖ്.